CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ KSRTC ഡിപ്പോയിൽ ഡ്രൈവിംഗ് സ്കൂളും ഷോപ്പിംഗ് കോംപ്ലക്സും ആരംഭിക്കുമെന്ന് NK അക്ബർ MLA ഫണ്ടിൽ നിന്നും 7.24 ലക്ഷം ചിലവിട്ട് ഡിപ്പോയിൽ നടപ്പാക്കിയ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവത്കരണ ഉദ്ഘാടനം NK അക്ബർ നിർവഹിച്ചു. രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന മുല്ലശ്ശേരി വെങ്കിടങ്ങ പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് മുരളി പെരുന്നെല്ലി MLAയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് പുതുക്കി ലഭിക്കുന്നതിന് നേരിടുന്ന കാലതാമസം പരിഹരിക്കാൻ ക്രിയാത്മക നടപടിയുമായി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS വേലൂർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 11 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ പോർക്കുളം സ്വദേശിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. പോർക്കുളം വെസ്റ്റിമങ്ങാട് ചൂണ്ടയിൽ 55 വയസ്സുള്ള പട്ടിക്കാടൻ എന്ന സന്തോഷിനെയാണ് കുന്നംകുളം പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് S. ലിഷ ശിക്ഷിച്ചത്. ശക്തമായ കാറ്റിൽ അകലാട് ബദർപള്ളി ബീച്ച് റോഡിൽ വ്യാപക നാശനഷ്ടം. വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. മരം വീണ് ഗതാഗതവും തടസ്സപ്പെട്ടു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ ദുഃഖ്രാണ തർപ്പണ തിരുനാൾ ഒരുക്കങ്ങൾ തുടങ്ങി. തിരുനാൾ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. കുന്നംകുളം കംഫർട്ട് സ്റ്റേഷൻ പേ പാർക്കിംഗ് എന്നിവയ്ക്ക് അമിതതുക ഈടാക്കുന്നതിൽ പ്രതിഷേധിച്ച് നിശ്ചയിച്ച തുകകളുടെ പോസ്റ്റർ പതിച്ച് BJP കൗൺസിലർ. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ പുണ്യശ്ലോകൻ വറദച്ചന്റെ 111 ശ്രാദ്ധം ജൂൺ 8 ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാവീട് കാരിയൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായി ഒരുക്കിയ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും പ്രവേശനോത്സവവും ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. വാഗ സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ ഇടവക ദിനവും വിശ്വാസ പരിശീലന ദിനവും സംഘടിപ്പിച്ചു. ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ സംസ്ഥാന സർക്കാരിന്റെ നവദിനാചരണവും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളും നടന്നു. ചെറുവത്താനി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം ഭക്തിസാന്ദ്രമായി. കുന്നംകുളം യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ക്ലബ് ഇന്റർനാഷണൽ പ്രസിഡിയം മെമ്പർ രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനത്തിന് മുന്നോടിയായി നടക്കുന്ന യജുർവേദ ലക്ഷാർച്ചന ആരംഭിച്ചു. സേവാഭാരതി കുന്നംകുളം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ചെറുവത്താനി ഓഫീസിൽ വെച്ച് നടന്നു. തയ്യൂർ കലാദർശന കൂട്ടായ്മയും കുന്നംകുളം ആര്യ ഐക്യർ ആശുപത്രിയും സംയുക്തമായി തയ്യൂർ കുതിരപ്പറമ്പ് പരിസരത്ത് നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ സമ്പൂർണ്ണ നിയോജക മണ്ഡലം കൺവെൻഷൻ ബുധനാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. S&S ചൊവ്വന്നൂർ ഗ്രാമം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ കണ്ണു പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.